കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കു ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മൂവാറ്റുപുഴ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം സമാപിച്ചു. മൂവാറ്റുപുഴ കാവിൽ നിന്നും നടന്ന താലപ്പൊലി ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. മൂവാറ്റുപുഴ കിഴക്കേക്കര ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ദശാവതാരം ചന്ദനം ചാർത്തും തിരുവുത്സവത്തോടെ സമാപിച്ചു. ഭാഗവതഭൂഷണം സജീവ് മംഗലത്തിന്റെ ആചാര്യത്വത്തിലായിരുന്നു ഭാഗവത സപ്താഹയജ്ഞം. തിരുവുത്സവത്തിന്റെ സമാപന ദിവസം 25 കലശവും ശ്രീഭൂതബലിയും വിശേഷാൽ പൂജകളും ക്ഷേത്രം തന്ത്രി ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. വൈകിട്ട് മൂവാറ്റുപുഴ കാവിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന താലപ്പൊലി ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. നൂറുകണക്കിന് വനിതകൾ ഘോഷയാത്രയിൽ താലപ്പൊലിയുമായി പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.